നെയ്മർ, റൊണാൾഡീഞ്ഞോ. ബ്രസീലിയൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച രണ്ട് താരങ്ങൾ. കളിക്കളത്തിലെ മികവിനൊപ്പം തന്നെ കളത്തിന് പുറത്തെ ആഘോഷ പരിപാടികൾക്കും ഇരുവരും പേരുകേട്ടവരാണ്. രാവേറെ നീളുന്ന പാർട്ടികൾ നടത്തുന്നതിന് നെയ്മറും റൊണാൾഡീഞ്ഞോയും നിരവധി തവണ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കളിക്കളത്തിൽ സജീവമാകുമ്പോൾ തന്നെ രാത്രി പാർട്ടികൾ നടത്തുന്നതിനെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. എന്നാൽ ആരാധകർ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ടെന്നും കളിക്കളത്തിലെ പ്രകടനം മാത്രം വിലയിരുത്തിയാൽ മതിയെന്നുമാണ് താരങ്ങളുടെ പക്ഷം. എന്തായാലും പാർട്ടിക്കാര്യത്തിൽ നെയ്മറെയും റൊണാൾഡീഞ്ഞോയെയും കടത്തിവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു ബ്രസീൽ താരം. ഫ്ലമംഗോ താരം ഗബ്രിയേൽ ബാർബോസയാണ് 48 മണിക്കൂർ നീണ്ട പാർട്ടി നടത്തി വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഗാബിഗോൾ എന്നറിയപ്പെടുന്ന താരം പങ്കെടുത്ത പാർട്ടിയിൽ താരത്തിന് 12 സുഹൃത്തുക്കളും 80 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മിക്കവരും പണം മുടക്കിയെത്തിയ VIP-കളായിരുന്നു. പാർട്ടിക്കിടെ കയ്യേറ്റവും തമ്മിൽ തല്ലും ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കഴിഞ്ഞ വർഷവും വിവാദങ്ങളുണ്ടാക്കിയ താരത്തിനെതിരെ പാർട്ടിയുടെ പേരിൽ ഫ്ലമംഗോ നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 27-കാരനായ ഗാബിഗോൾ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് 2 വർഷം ഫുട്ബോളിൽ നിന്ന് വിലക്ക് നേരിട്ട താരമാണ്. പിന്നീട് വിലക്ക് പിൻവലിക്കുകയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.